കെ വി എസ് ഹരിദാസ്, ഇവിടെ മുഹമ്മദ് യൂനുസ് എന്താണ് അവിടുത്തെ ആരാധനാലയങ്ങളിൽ സന്ദർശനം നടത്തുന്നുണ്ട്. അവിടെ എന്താണ് ഈ പറഞ്ഞ സാഹചര്യങ്ങളെ ഒന്ന് കാമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഫ്രിഞ്ച് എലമെന്റ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന കൊടിയ വർഗീയതര വക്താക്കൾ അഴിഞ്ഞാടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഇതര സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയെ പ്രണയിച്ചതിൻ്റെ പേരിൽ പോലും യുവാക്കളെ തല്ലിക്കൊല്ലുന്ന സാഹചര്യം അവിടെയുണ്ട്. ഞാൻ ഈ എന്താണ് ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ഒന്ന് വായിക്കുക. അതിലെഴുതുന്നത് ഇങ്ങനെയാണ്: പ്ലഡ്ജിങ് ദാറ്റ് ദ ഹൈ ഐഡിയൽസ് ഓഫ് നാഷണലിസം, സോഷ്യലിസം, ഡെമോക്രസി and secularism which inspired our heroic people to dedicate themselves to and our brave martyrs to sacrifice their lives in the national liberation of struggle shall be the fundamental principle of the constitution. എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം, ദേശീയത എന്നിവ അവരുടെ ഭരണഘടനയുടെ 4 പില്ലേഴ്സായി, 4 സ്തംഭങ്ങളായി പറഞ്ഞിരിക്കുന്ന ഭരണഘടനയിൽ ഈ പറഞ്ഞ സെക്കുലറിസം വെട്ടിമാറ്റണം എന്ന ആവശ്യം വളരെ ശക്തി പ്രാപിക്കുകയുമാണ്. ശരിയാണ്, നമ്മുടെ വിക്രം മിശ്ര അവിടേക്ക് പോയി 3 ആവശ്യങ്ങൾ മുന്നോട്ടേക്കൊക്കെ വെക്കുന്നുണ്ട്. മതിയായ ഇടപെടലാണോ രാജ്യം നടത്തുന്നത് ശ്രീ കെ വി എസ് ഹരിദാസ്? അല്ല ഹാഷ്മി ബംഗ്ലാദേശിൻ്റെ ഭരണഘടന ഉദ്ധരിച്ചതുകൊണ്ട് ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. ഇവിടെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ടി.പി. ശ്രീനിവാസനെ പോലുള്ളവർ ഈ ചർച്ചയിലുണ്ട്. 1947 ഇന്ത്യ വിഭജിക്കപ്പെടുന്ന സമയത്ത് 2 രാജ്യങ്ങളും പരസ്പരം കൊടുത്ത ഒരു ഉറപ്പുണ്ട്. ഇന്ത്യ പാകിസ്ഥാനും കൊടുത്തു, പാകിസ്ഥാൻ ഇന്ത്യക്കും തന്നു. തങ്ങളുടെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ തങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം. അത് 1950 ലിയാഖത്ത് നെഹ്റു പാക്റ്റിൻ്റെ ഭാഗം കൂടിയാണ്. പക്ഷേ 1947 മുതലുള്ള ചരിത്രം, അത് പാകിസ്ഥാനിലായിക്കോട്ടെ, കിഴക്കൻ പാകിസ്ഥാനിലായിക്കോട്ടെ, പടിഞ്ഞാറൻ പാകിസ്ഥാനിലായിക്കോട്ടെ, എന്തായിരുന്നു എന്നത് നമ്മൾ പല തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ അനുഭവമാണ്. ഞാനൊരു ചെറിയ കണക്ക് മാത്രം ഉദ്ധരിക്കാം. 1947 വിഭജനത്തിൻ്റെ സമയത്ത് 5.9 ദശലക്ഷം മൈനോറിറ്റീസാണ് പാകിസ്ഥാനിലുണ്ടായിരുന്നത്. 5.9 ദശലക്ഷം മൈനോറിറ്റീസ്. അത് 2 കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും കൂടി ചേർന്നിട്ടാണ്. ഈസ്റ്റ് പാകിസ്ഥാനിലെ ജനസംഖ്യയിൽ ഏതാണ്ട് 23.2% ഹിന്ദുസ് ആയിരുന്നു. ഇന്ന് അവിടുത്തെ ജനസംഖ്യയിൽ എനിക്ക് തോന്നുന്നു ഹിന്ദുസിൻ്റെ സംഖ്യ ഏതാണ്ട് 1.5%. പാകിസ്ഥാനിലെ സ്ഥിതിയും അത് തന്നെയാണ്. അപ്പോൾ 1947 ഞാൻ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. 1947 ഓഗസ്റ്റ് 14 ജിന്ന പാക് പാർലമെൻറ്റിൽ നടത്തിയ ആദ്യ പ്രസംഗത്തിൽ ജിന്ന ഒരു കാര്യം പറയുന്നുണ്ട്. പാകിസ്ഥാൻ ഈസ് എ സെക്കുലർ കൺട്രി, വിൽ ബി എ സെക്കുലർ കൺട്രി എന്നാണ്. പാകിസ്ഥാൻ വിൽ റിമെയിൻ എ സെക്കുലർ കൺട്രി എന്നാണ്. പക്ഷേ 1947 സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ അവിടുത്തെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. എത്രയോ സ്ത്രീകൾ, നമ്മുടെ സഹോദരിമാർ അപമാനിക്കപ്പെട്ടു. ജീവനും കൊണ്ട് ഓടി വന്ന ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും ചരിത്രം ഡൽഹിയിലെ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ തെരുവുവീഥികൾക്ക് ഇപ്പോഴും പറയാനുണ്ടാവും. അപ്പം അന്ന് തുടങ്ങിയതാണ് ഈ ഹിന്ദു വിരുദ്ധ മനോഭാവവും പ്രശ്നങ്ങളും. അത് 1971 ഇപ്പോൾ ഇവിടെ പലരും സൂചിപ്പിച്ചു. 1971 അതിൻ്റെ ഒരു ഭീകര രൂപം നമ്മൾ കണ്ടു. ഇന്ന് വീണ്ടും അത് ആവർത്തിക്കപ്പെടുക. നമ്മൾ ഇന്ത്യയിലുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് എല്ലാ സംരക്ഷണവും കൊടുത്ത സമയത്ത് പാകിസ്ഥാൻ അത് ചെയ്തില്ല. അല്ല, കെ വി എസ്, നമുക്ക് ചരിത്രത്തിലെ ചോരൊഴുക്ക് നോക്കിയാൽ ഒരുപാട് പറയേണ്ടി വരും. നമുക്ക് നിലവിലെ അവസ്ഥയിലേക്ക് വന്നാൽ കെ വി എസ്, നമ്മളെ വിക്രം മിസ്രി അവിടെ പോകുന്നുണ്ട്, മുഹമ്മദ് യൂനുസുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. അവിടെ ഇന്ത്യയുടെ ബംഗ്ലാദേശിലെ രാജ്യമെന്നുള്ള നിലയ്ക്ക് അവിടെ ജനതയുള്ള കമ്മിറ്റ്മെൻ്റ് അറിയിക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ ദീർഘനാളത്തെ സഹകരണത്തിൻ്റെ ആവശ്യകത അറിയിക്കുന്നുണ്ട്. മൂന്നാമതായി മാത്രമാണ് അവിടുത്തെ മൈനോറിറ്റീസിൻ്റെ കാര്യം പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കടുത്ത പ്രസ്താവന നടത്തിയതെന്ന് നമുക്കറിവില്ല. അവിടെ ഈ പറയുന്ന ന്യൂനപക്ഷ കുരുതി തുടങ്ങിയിട്ട് നാൾ കുറയായ കെ വി എസ് ഹരിദാസ്, ഒരു രാജ്യം ഇപ്പോൾ ശ്രീ പി ജെ വിൻസെൻ്റ് പറയുന്നത് പോലെ ഇടപെടാൻ ഏറ്റവും ഉത്തരവാദിത്തമുള്ള രാജ്യം എന്നുള്ള നിലയ്ക്ക് അതേ തീവ്രതയിൽ അതേ സീരിയസ്നെസ്സിൽ നമ്മൾ ഇടപെടുന്നുണ്ടോ ശ്രീ കെ വി എസ്? അല്ല, ഇന്ത്യക്കാണ് ഇടപെടാൻ കഴിയുക. അതിൻ്റെ തുടക്കം ടി.പി. ശ്രീനിവാസനെ പോലുള്ള ഒരു നയതന്ത്ര വിദഗ്ധൻ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് വച്ചിരിക്കുന്നു, വിദേശകാര്യ സെക്രട്ടറി അങ്ങോട്ട് അയച്ചിരിക്കുന്നു. അതൊരു പോസിറ്റീവ് സിഗ്നലാണ്. അവരും കൂടി അവരുടെ അഭ്യർത്ഥന പ്രകാരമാണ്, ബംഗ്ലാദേശിലെ ഫോറിൻ സെക്രട്ടറിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി അവിടെ സന്ദർശിച്ചത് എന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട്.
പക്ഷേ ഇവിടെ എന്താ പ്രശ്നം? ഇപ്പോൾ അവിടുത്തെ ഭരണകർത്താവിനെ കുറിച്ച് പലരും സൂചിപ്പിക്കും. അങ്ങേരെ അമേരിക്കയിലാണ് ഉണ്ടായിരുന്നത്. ഇവിടെ കലാപം നടത്തി ഒരു ഭരണകൂടത്തെ അട്ടിമറിച്ച സമയത്ത് അയാൾ ഓടി വരികയുണ്ടായത് ഇങ്ങോട്ട്. അമേരിക്കയിൽ അങ്ങേരുടെ ബന്ധുക്കളാരൊക്കെ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഇന്ത്യ ചർച്ച ചെയ്യുന്നുണ്ട് സോറോസിനെ കുറിച്ചും ബൈഡൻ്റെ ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ. ആ പരമ്പരയിൽപ്പെട്ട ഒരാളായിരുന്നു ഇദ്ദേഹം, അതും മറന്നുകൂടാ. അപ്പോൾ ഈ ഇന്ത്യ വിരുദ്ധ ഹിന്ദു വിരുദ്ധ ഒരു ആഗോള നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശിലെ കലാപം ഉണ്ടായത് എന്നതും കൂടി നമ്മൾ വിലയിരുത്തണം എന്നാണ് എനിക്ക്. ബംഗ്ലാദേശ് ഇപ്പോഴും നമ്മുടെ സൗഹൃദ രാഷ്ട്രമാണ് ശ്രീ കെ വി സരിദാസ്. മോസ്റ്റ് ഫേവർഡ് നേഷൻ ആണ് ബംഗ്ലാദേശ് ഇപ്പോഴും. അങ്ങീ പറയുന്ന ഭാഷയുടെ എന്താണ് പകുതി ഗുരുതരാവസ്ഥയിൽ പോലും അല്ലെങ്കിൽ പകുതി തീവ്രതയിൽ പോലും നമ്മുടെ നേതാക്കൾ ആരും പ്രതികരിച്ച് കാണുന്നില്ല ശ്രീ കെ വി സരിദാസ്. നമ്മൾ ഒരു അയൽ രാജ്യത്തുണ്ടാകുന്ന പ്രശ്നം അത് ഹിന്ദുക്കളെ ബാധിക്കുന്നതാണെങ്കിലും ക്രിസ്ത്യാനികളെ ബാധിക്കുന്നത് എന്താണെങ്കിലും അതിൻ്റേതായ നിലയ്ക്ക് നയതന്ത്ര തലത്തിൽ ഇടപെടാൻ കഴിയൂ. അതിനെ വൈകാരികമായിട്ട് സംസാരിക്കുകയല്ല വേണ്ടത് എന്ന് വിചാരിക്കുന്നവരാണ് ഇന്ത്യയുടെ ഗവൺമെൻറ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലം നമ്മൾ വൈകാരികമായി ബംഗ്ലാദേശിലെ നുഴഞ്ഞേറ്റുകാരെ പറ്റി പറയുന്നതൊക്കെ വലിയ കേട്ടതാണ് കേട്ടോ ശ്രീ കെ വി എസ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബംഗ്ലാദേശിനെ കുറിച്ച്, അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെക്കുറിച്ച്, അവിടുത്തെ നുഴഞ്ഞുകയറ്റക്കാരെ കുറിച്ചൊക്കെ വളരെ വൈകാരികമായ പ്രസ്താവനകൾ കേട്ടിട്ട് അധിക നാളായില്ല ശ്രീ കെ വി എസ്. അധിക നാളായിട്ടില്ല. അതിൽ ധാക്ക പ്രതിഷേധം അറിയിക്കുകയും ചെയ്തതാണ്. കാശ്മീർ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. നിങ്ങളുടെ പ്രയാസം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ പറയുന്നത് ഇപ്പോൾ അമേരിക്കയിൽ ഒരു ഭരണമാറ്റം വരുന്നുണ്ട്. ബൈഡൻ ഭരണകൂടത്തിൻ്റെ കാലാവധി കഴിഞ്ഞു. ട്രംപിൻ്റെ ഭരണം വരാൻ പോവുകയാണ്. അതിൻ്റെ ചില മാറ്റങ്ങൾ, അതിനെ തുടർന്നുള്ള ചില മാറ്റങ്ങൾ ബംഗ്ലാദേശിൽ നമുക്ക് കാണാൻ കഴിയും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇതുവരെ ഈ പറയുന്ന ഈ എന്താ പറയുക, ഒരു ഇസ്ലാമിസൈസേഷനെയും അതുപോലെ തന്നെയുള്ള ഈ ഭീകര പ്രവർത്തനങ്ങളെയും ഒക്കെ താലോലിക്കുന്ന നയം ബൈഡൻ്റെ ഭാഗത്തുണ്ടായിരുന്നു, ബൈഡൻ്റെ സന്തത സഹചാരികളുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിനുള്ള അവസാനം കുറിക്കാൻ കഴിയും ട്രംപിൻ്റെ ഭരണകൂടം നിലവിൽ വന്നാൽ. അതിനനുസരിച്ച് ചില മാറ്റങ്ങൾ ബംഗ്ലാദേശിലും ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് കുറച്ച് ദിവസം കൂടി ക്ഷമിക്കാം. ഇന്ത്യയും അത്തരത്തിൽ തന്നെയായിരിക്കും ചിന്തിക്കുക, ഡൽഹിയിലെ ഗവൺമെന്റ് ചിന്തിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അതും മറ്റൊരു രാജ്യത്തെ പ്രശ്നമാണ്, അവരുടെ ആഭ്യന്തര കാര്യമാണ്. ആ പരിമിതി നമുക്കുണ്ട്.